അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോറിനെയും ലോക്കിയെയും പിന്നെ ലേഡി തോറിനെയുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവരെല്ലാവരും കൂടി ആ ഗോളം അന്വേഷിച്ച് അതുവഴിയെല്ലാം നടക്കുകയാണ്. അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഇവർ ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടുകയും നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ലേഡി തോറാണെങ്കിൽ ഒരു വലിയ മലയുടെ അടുത്തേക്ക് നമ്മുടെ തോറിനെയും ലോക്കിയും കൊണ്ടുവന്നിട്ട് ഈ മലയുടെ ഏറ്റവും മുകളിൽ ഒരു പക്ഷിക്കൂടുണ്ടെന്നും അതിലെ പക്ഷിയാണെങ്കിൽ ഈ തിളങ്ങുന്ന സാധനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ആ കൂടിനകത്ത് കൊണ്ടുപോയി ഇടാറുണ്ടെന്നും അപ്പോൾ നിങ്ങളുടെ ഗോളം ചിലപ്പോൾ ആ കൂടിനകത്ത് കാണുമെന്ന് ലേഡി തോറിനോട് ലോക്കിയോടും പറയുകയാണ്. അപ്പോൾ തന്നെ ലേഡി തോറും ലോക്കിയും എല്ലാം ആ മല കയറി ആ കൂടിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ ആ കൂടിനകത്ത് ആ പക്ഷിയോ ആ ഗോളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആ ഗോളം അവിടെ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ആ പക്ഷി അവിടേക്ക് വരികയാണ്. ഇപ്പോൾ ആ പക്ഷിയെ കണ്ടത് നമ്മുടെ ലേഡി തോറും അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുകയാണ്. പക്ഷെ ലോക്കിക്ക് മുങ്ങാൻ സാധിച്ചില്ല. പുള്ളിക്കാരനാണെങ്കിൽ ആ പക്ഷി കാണാതെ ഒരു ചെറിയ പക്ഷിയുടെ രൂപത്തിലേക്ക് മാറിയിട്ട് ഞാനിപ്പോൾ മുട്ട വിരിഞ്ഞ് വന്നിട്ടുള്ളൂ, ഞാൻ നിങ്ങളുടെ മകനാണെന്ന് തോന്നുന്നുവെന്ന് ആ പക്ഷിയോട് പറയണം. പക്ഷേ ആ പക്ഷിയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. പുള്ളിക്കാരിയാണെങ്കിൽ നമ്മുടെ ലോക്കിയെ കൊത്തി പറിക്കുകയാണ്. ഇപ്പോൾ ലോക്കി നിലവിളിക്കുന്നതൊക്കെ അവിടെ ഒളിഞ്ഞിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന തോറിനോട് നമുക്ക് ലോക്കിയെ രക്ഷിക്കേണ്ടേ എന്ന് ലേഡി തോർ ചോദിച്ചതും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ ഇതെല്ലാം കിട്ടേണ്ടതാണെന്ന് ലേഡി തോറിനോട് പറയണം. അപ്പോൾ പക്ഷേ നമ്മുടെ ലേഡി തോറാണെങ്കിൽ ലോക്കിയിൽ നിന്ന് ഉറക്കെ വിളിച്ചതും അപ്പോൾ തന്നെ ആ പക്ഷിയും പിന്നെ ആ പക്ഷിയുടെ മറ്റേ ചെറിയ പക്ഷിയുടെ രൂപത്തിലിരിക്കുന്ന ലോക്കിയും എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് ലേഡി തോറിനോട് ചോദിക്കണം. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ വലിയ പക്ഷി മറ്റേ ലേഡി ലോക്കിയാണ്. ഇപ്പോൾ ലേഡി ലോക്കിയും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ലോക്കിയെ പോലെ തന്നെ മറ്റൊരു ലേഡി ലോക്കി ഈ യൂണിവേഴ്സിലുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ തോറാകെ ഞെട്ടിപ്പോവുകയാണ്. മാത്രമല്ല ഈ ലേഡി ലോക്കിയുടെ കയ്യിലാണ് മറ്റേ ഗോളം ഉള്ളതെന്ന് കണ്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോവുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോക്കിയും പിന്നെ ലേഡി ലോക്കിയും പരസ്പരം കണ്ടിട്ട് ഇത്രയും സൗന്ദര്യമുള്ള ലോക്കിമാരെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നും ഈ മൾട്ടിവേഴ്സിൽ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ളത് ലോക്കിമാർക്കാണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കണം. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ലോക്കിയാണെങ്കിൽ ലേഡി ലോക്കിയുടെ കയ്യിൽ നിന്ന് ആ ഗോളം അടിച്ചു മാറ്റാൻ നോക്കും. പക്ഷേ ലേഡി ലോക്കി കൊടുക്കത്തില്ല. അങ്ങനെ നമ്മുടെ ലോക്കിയും ലേഡി ലോക്കിയും പല ആനിമൽസിൻ്റെ രൂപത്തിലേക്ക് മാറി അവിടെ കിടന്ന് ആ ഗോളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റ് അങ്ങനെ കുറേ നേരം നീണ്ടുപോയാണ്. അവസാനം നമ്മുടെ ലോക്കിയാണെങ്കിൽ ലേഡി ലോക്കിയോട് തോൽവി സമ്മതിക്കണം. അപ്പോൾ തന്നെ തോറാണെങ്കിൽ നീ എന്തിനാ തോറ്റു കൊടുത്തതെന്ന് ലോക്കിയോട് ചോദിക്കും. അന്നേരം തന്നെ ലോക്കിയാണെങ്കിൽ വെറുതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല, അവളെന്തായാലും ആ ഗോളം നമുക്ക് തരാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, അവൾക്ക് ആ ഗോളം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന് ലോക്കി തോറിനോട് പറയണം. ഇപ്പോൾ ഇത് കേട്ടതും ആ ലേഡി ലോക്കിയാണെങ്കിൽ നിൻ്റെ ഈ ട്രിക്കൊക്കെ നിൻ്റെ കയ്യിൽ ഇരുന്നാൽ മതിയെന്നും ഇത് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ടെന്നും സൈക്കോളജിക്കൽ പരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ ഗോളം അടിച്ചു മാറ്റാനുള്ള വഴിയല്ലേ നീ നോക്കുന്നതെന്ന് ലേഡി ലോക്കിയോട് ചോദിക്കണം. അപ്പോൾ തന്നെ ലോക്കിയാണെങ്കിൽ നീ വലിയ ബുദ്ധിമതിയാണെന്ന് തനിക്കറിയാമെന്നും പക്ഷേ ഒരു കാര്യമുണ്ട്, നീ എത്ര വലിയ ബുദ്ധിമതിയാണെങ്കിലും ഒരു കാരണവശാലും ആ ഗോളം ക്ലോക്ക് വൈസായിട്ട് തിരിക്കരുതെന്ന് ലേഡി ലോക്കിയോട് പറയുകയാണ്. അപ്പോൾ തന്നെ ലേഡി ലോക്കിയാണെങ്കിൽ ക്ലോക്ക് വൈസായിട്ട് ഈ ഗോളം തിരിക്കാൻ പാടില്ലേ ഇത് ലോക്കിയോട് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ലോക്കിയാണെങ്കിൽ തിരിക്കാൻ പാടില്ല എന്ന് ലേഡി ലോക്കിയോട് പറയും. ഇപ്പോൾ ഇത് കേട്ടതും ലേഡി ലോക്കിയാണെങ്കിൽ എന്നോട് ആരെന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അത് തന്നെ ചെയ്യുമെന്ന് ലോക്കിയോട് പറഞ്ഞിട്ട് ആ ഗോളമാണെങ്കിൽ ക്ലോക്ക് വൈസായിട്ട് തിരിക്കുകയാണ്. അന്നേരം തന്നെ അവിടെ ഒരു വലിയ പോർട്ടൽ ഉണ്ടാവുകയും ആ പോർട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മിഡ്ഗാർഡ് സർപ്പൻറ്റ് പുറത്തേക്ക് വരികയും ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ട് അവരെല്ലാവരും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയും നമ്മുടെ ലേഡി ലോക്കിയുടെ കയ്യിൽ നിന്ന് ആ ഗോളം തട്ടിപ്പറിച്ചുകൊണ്ട് നമ്മുടെ തോറും ലോക്കിയും കൂടി വേഗം ആ മിഡ്ഗാർഡ് സർപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വേഗം നമ്മുടെ ലോക്കിയാണെങ്കിൽ ഗോളം തിരിച്ചതും അന്നേരം തന്നെ അവിടെ ഒരു പോർട്ടലുണ്ടായിട്ട് ആ മിഡ്ഗാർഡ് സർപ്പൻറ്റും ലോക്കിയും തോറും ആ യൂണിവേഴ്സിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോറും ലോക്കിയും തിരിച്ച് അവരുടെ ആ യൂണിവേഴ്സിലേക്ക് എത്തുകയാണ്. അന്നേരം തന്നെ നമ്മുടെ ലോക്കിയാണെങ്കിൽ തോറിനോട് ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്നും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണെന്നും തോറിനോട് പറയുകയാണ്. ഇപ്പോൾ ലോക്കി തന്നോട് സോറി പറഞ്ഞത് കണ്ടിട്ട് നമ്മുടെ തോറാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ലടാ, നമുക്ക് പെട്ടെന്ന് ഓഡിൻ വരുന്നതിന് മുമ്പ് ഇവിടെ തകർന്ന് കിടക്കുന്നതെല്ലാം ശരിയാക്കാമെന്ന് ലോക്കിയോട് പറഞ്ഞ് ലോക്കിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ലോക്കിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാജിക് ഉപയോഗിച്ച് ഇവിടെ ശരിയാക്കാമെന്ന് തോറിനോട് പറയും. അപ്പോൾ തന്നെ തോറാണെങ്കിൽ നിനക്ക് കിട്ടിയതൊന്നും മതിയായിട്ടില്ല എന്നും ഞാനിനി ഒരു മാജിക് പരിപാടിക്കുമില്ല എന്നും മര്യാദയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യുവാൻ ഭയങ്കര ദേഷ്യത്തിൽ ലോക്കിയോട് പറയുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.